കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പാനിന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാവൂ. ദേ ഈ 7 വയസ്സുകാരൻ. നാഷണൽ ക്രഷായി മാറിയ അത്ഭുത ഗായകൻ. മലയാളിയാണോ എന്ന് നമ്മളെ അതിശയിപ്പിക്കുന്ന നെടുങ്കണ്ടക്കാരൻ. ഓരോ ആഴ്ചയിലും ഈ ഇത്തിരിക്കുഞ്ഞൻ നമ്മെ അമ്പരിപ്പിക്കും. ചിലപ്പോൾ അതിസാന്ദ്രമായ അനുഭവ ലോകത്തേക്ക്, ചിലപ്പോൾ അനിർവചനീയമായ കുളിർമയിലേക്ക്, ചിലപ്പോൾ അശാന്തതയെ ശാന്തമാക്കുന്ന രാഗസ്പർശത്തിലേക്ക്. കാറ്റായി തിമിർത്തും കടലായി തകർത്തും ഗസലായി പെയ്ത് നിറഞ്ഞൊഴുകിയൊരു സൂഫി സംഗീതമാകും അവൻ. കിഷോർ കുമാറിൻ്റെയും മുഹമ്മദ് റാഫിയുടെയും ക്ലാസിക്കുകളെ കൈവെള്ളയിൽ എന്നവണ്ണം എടുത്ത് നെഞ്ചിലേക്ക് ഇട്ടുതരും. ആനന്ദ്ജിയെയും ഉദിത് നാരായണനെയും നേഹ കക്രയും ശ്രേയ ഘോഷലിനെയും ഒക്കെ പോലെ നമ്മളും അത്ഭുതം കൂറി ഇതാ ഒരു ജീനിയസിന് അത്ഭുത പിറവിയെന്ന് മൂക്കത്ത് വിരൽ വയ്ക്കും. സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദിയിലെ ജഡ്ജസും സദസ്സും ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ചിരിച്ച് കൈയടിച്ച് കരഞ്ഞ് കണ്ണ് കലങ്ങി അവനെ ആശ്ലേഷിക്കും. ഒരാഴ്ച അവനെ ഫ്ലോറിൽ കണ്ടില്ലെങ്കിൽ സോണി ചാനലിൻ്റെ ഓഫീസിലെ ഫോണിനും അവരുടെ മെയിലിനും വിശ്രമം ഉണ്ടാകില്ല. നിവൃത്തിയില്ലാതെ അവർ പറയും, ഇത്തിരി കുഞ്ഞിന് കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു. ചിലപ്പോൾ കിടക്കയിലിരുന്ന് അവൻ പരിശീലനം നടത്തുന്ന വീഡിയോ അവർ ഇട്ടുകൊടുക്കും. എത്ര കഠിന പരിശ്രമത്തിലൂടെയാണ് അറിയാത്ത ഭാഷകളിലെ പാട്ടുകൾ ഓരോന്നും പഠിച്ചെടുക്കുന്നതെന്ന് അവൻ്റെ പരിശീലന വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഈ കഠിന പരിശീലനം ജനിച്ച് 8-ാം മാസം മുതൽ അവൻ തുടങ്ങിയതാണ്. പൊന്നെ പോലത്തെ നെറ്റിയിൽ മഞ്ഞൾ വരക്കുറി ചാർത്തിയൊരു കുഞ്ഞെടുത്തി അവനുണ്ട്. കുഞ്ഞനുണ്ണിയെ മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്ത് മണിമണി പോലെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന തെലുങ്ക് സരിഗമപായിലെ ഫൈനലിസ്റ്റായ പാട്ടുകാരി ചേച്ചി അനിർവിന്യ. ഊതിക്കാച്ചി പൊന്നുപോലെ അനിർവിന്യ എന്ന കുഞ്ഞു ചേച്ചിയും അച്ഛനമ്മമാരായ സജിമോനും സന്ധ്യയും അവനൊപ്പം ചേർന്ന് ജീവിക്കുന്നതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ വിസ്മയ കുഞ്ഞിനെ നമ്മൾക്ക് വിരുന്നായി കിട്ടിയത്. എല്ലാ കുട്ടികളും ഒരുപക്ഷെ ഇതുപോലെ പ്രതിഭകൾ തന്നെ ആയിരിക്കാം. പ്രായമില്ലെന്നോ മറ്റുള്ള കണ്ടെത്തിയിട്ടില്ലെന്നോ കരുതി നമ്മൾ നീട്ടിവെക്കുമ്പോൾ ചിലപ്പോൾ പ്രതിഭാസ്പന്ദനങ്ങൾ മാഞ്ഞു പോകുന്നതായിരിക്കും. പ്രിയപ്പെട്ട കുസൃതി കുരുന്നേ, നിന്റെ പേരോ ചെല്ലപ്പേരോ ഞാൻ എഴുതുന്നില്ല. അല്ലാതെ തന്നെ നിന്നെ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കിതുവരെ അവനെ അറിയുന്നില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഒരുപക്ഷെ ഇന്നു മുതൽ നിങ്ങൾക്കും അവൻ പ്രിയപ്പെട്ടവനാകും. ഇത് ഫേസ്ബുക്കിൽ വന്നൊരു കുറിപ്പാണ്. കടപ്പാട് PS ഉണ്ണികൃഷ്ണൻ. ടോപ്പ് സിംഗർ സീസൺ 3 വേദിയിലൂടെ നമ്മുടെ എവിടെയും പ്രിയങ്കരനായ ബാബുക്കുട്ടൻ എന്ന ആവിർഭവനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആവിർഭവ് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 ഗ്രാൻഡ് ഫിനാലെയിൽ ഇഞ്ചോടിഞ്ചുള്ള മത്സരത്തിലാണ്. സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദിയിലെ വിന്നറാവാൻ ആവിർഭവിന് വോട്ട് ചെയ്ത് എല്ലാവരും വിജയിപ്പിക്കുക.